ട്രൂ മീഡിയ കേരള വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലാണ്. ഇരിട്ടി പഴയ പാലം, ഇരിട്ടിയിലെ എല്ലാവരും പറയുന്ന മുത്തശ്ശിപ്പാലത്തിന് സമീപത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. നമുക്കാദ്യം ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. നമ്മൾ ദൃശ്യങ്ങളൊക്കെ കണ്ടു. കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു KSRTC ബസ് ഈ പഴയ പാലത്തിൻ്റെ സൈഡിലിടിച്ച് അപകടം പറ്റിയിരുന്നു. നിരവധി പേർക്ക് പരിക്ക് പറ്റിയ ഒരു സംഭവം വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ പഴയ പാലത്തിലുള്ള ഗതാഗതം പൂർണ്ണമായും പൊതുമരാമത്ത് വകുപ്പ് ഇവിടെ നിയന്ത്രിച്ചിരുന്നു. ഇതിലെ വാഹനങ്ങൾ കടത്തി വിട്ടിരുന്നില്ല. അതിനുശേഷം നിരവധി പരാതികൾ ഉയർന്നതിന് ശേഷം ഒരു 7.5 ലക്ഷം രൂപ മുതൽ മുടക്കി ഇതിലെ വലിയ വാഹനങ്ങൾ, ബസ് ഒഴികെ വലിയ ഭാരം കൂടിയ വാഹനങ്ങൾ ഇതിലെ കടന്നു പോകുന്നതിന് ഇവിടെ ഒരു 3.5 മീറ്റർ ഉയരത്തിൽ ഒരു നിയന്ത്രണ ഗേറ്റ് ശേഷം ഏകദേശം ആഴ്ചകൾ പിന്നിട്ടില്ല. ഇതിൻ്റെ അവസ്ഥ നേരിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ട്രൂ മീഡിയ ഈ വാർത്ത ചെയ്യുന്നത്. ട്രൂ മീഡിയ കേരളയോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ പേരാവൂർ നിയോജക മണ്ഡലം UDF കൺവീനറുമായ ഇബ്രാഹിം മുണ്ടേരി സാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചെയ്യുന്നത്. സാറ്, ഇത് അടച്ചിട്ട് 2.5 മാസം പിന്നിട്ടു. ഇപ്പോൾ 7.5 ലക്ഷം രൂപ മുതൽ മുടക്കിയ ഒരു ഗേറ്റൊക്കെ ഇവിടെ പണിതു. വളരെ ശോചനീയാവസ്ഥ തന്നെയാണ് ഉള്ളത്. എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്? ഈ പാലത്തിനെ സംബന്ധിച്ച് പറയാമെന്ന് പറഞ്ഞാൽ ഇതിന് KSRTC ബസ് തട്ടി ചെറിയ പരിക്കേ പറ്റിയിട്ടുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2.5 മാസം ഇത് അടച്ചിട്ടപ്പോൾ ഇവിടുത്തെ ടൗണിൽ വരുന്ന ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇത് തന്നെ ജനങ്ങൾ പെട്ടെന്ന് തുറന്നതാണ്, ഇവർ ഡിപ്പാർട്ട്മെൻറ്റ് തുറന്നതല്ല. ഇപ്പോൾ അങ്ങനെ ഈ അടച്ചിട്ടതിന് ശേഷം മൊത്തം ബ്ലോക്കൊക്കെ വന്നു. ഇപ്പോൾ ഇത് തുറന്നു. ഇത് ഈ അടച്ചിട്ടിട്ട് 2.5 മാസം കൊണ്ട് എടുത്ത പണിയാണ് നമ്മൾ മുകളിൽ കാണുന്ന ഈ വലിയ ഒരു സംവിധാനം എന്ന് പറയുന്നത്. 7 ലക്ഷത്തോളം ഉറുപ്പിക കോൺട്രാക്ട് കൊടുത്തിട്ടാണ് ഇത് ചെയ്തത്. ഇതിന് ഇത്ര കുഴിയെടുക്കണം, ഇത്ര സിമെൻ്റ് ഇടണമെന്നുള്ള കണക്കെല്ലാം ഉണ്ട്. അതൊന്നും ഒരു പരിശോധനയും നടന്നിട്ടില്ല. ഉദ്യോഗസ്ഥന്മാരങ്ങ് വിട്ടുകൊടുത്തു. ഇപ്പോൾ നോക്കുമ്പോൾ ഇത് ഫിറ്റാക്കിയിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ ഇത് തുടങ്ങിയിട്ട്. ഇപ്പോൾ തന്നെ ഇത് അടിച്ച് ബെൻഡായി. ഇതിനൊരു ലിമിറ്റ് വെച്ചിട്ടില്ല, ഒരു സംവിധാനങ്ങൾ എഴുതി വെച്ചിട്ടില്ല. എവിടെ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അതിനൊരു മുൻകരുതൽ ബോർഡ് വെക്കണം, അതൊന്നും വെച്ചിട്ടില്ല. പിന്നെയാണെങ്കിൽ ഇപ്പോൾ നോക്ക്, കർണാടകത്തിൽ വരുന്ന വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ. നമ്മളൊരു ബോർഡറാണല്ലോ, ഇവിടുന്ന് 14 കിലോമീറ്റർ പോയാൽ കർണാടക സ്റ്റേറ്റാണ്. ഇംഗ്ലീഷും മലയാളവും മാത്രം വെച്ചാൽ പോരാ. ഇംഗ്ലീഷ് അറിയാതെ എത്രയോ ആൾക്കാരുണ്ട്, മലയാളം അറിയാത്ത ആളുണ്ട്. അവർക്ക് വായിക്കേണ്ട ഭാഷ തൊട്ടടുത്ത കർണാടകത്തിൽ നിന്ന് വരുന്ന ആ കർണാടക ഭാഷയിൽ എഴുതി വെക്കണം. എന്നാലേ കുറച്ചെങ്കിലും ജനങ്ങൾക്ക് ബോധ്യം വരും. ഇതൊക്കെ ഒരു പ്രഹസനമാക്കിയിട്ട് ജനങ്ങൾ പറയുന്നതിനൊരു പണിയെടുത്ത് സർക്കാരിൻ്റെ പൈസ ഇങ്ങനെ പോവുക, ജനങ്ങളുടെ നികുതി പണമായത്. ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാർ അനാസ്ഥ കൊണ്ടായി നഷ്ടങ്ങളൊക്കെ വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ഇരിട്ടിയിലെ പുതിയ പാലം വന്നപ്പോൾ പഴയ പാലം പൈതൃകമായി സംരക്ഷിക്കണമെന്നുള്ള എല്ലാ ആളുകളുടെയും ഭാഗത്തു നിന്ന് ഉയർന്നു വന്ന ആവശ്യമായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഒരു 2 മാസങ്ങൾക്കപ്പുറത്താണ് ഒരു KSRTC ബസ് വന്ന് ഇടിച്ചിട്ട് പാലത്തിൻ്റെ 2 ഗട്ടറുകൾ തകർന്നതായി മനസ്സിലാക്കി. അന്നേരം പാലം ക്ലോസ് ചെയ്തു. ഞങ്ങൾ താലൂക്ക് സഭയിൽ ഉൾപ്പെടെ ഞാൻ പലവട്ടം ഈ മാധ്യമങ്ങളോടും അല്ലാതെയും എഞ്ചിനീയർമാരോടും താലൂക്ക് സഭയിലുമെല്ലാം ഈ പാലം അടിയന്തരമായി അറ്റകുറ്റപ്പണി ചെയ്ത് തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ വളരെയേറെ കാലതാമസമുണ്ടായി. അവസാനം മാധ്യമങ്ങൾ, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, ഇരിട്ടിയിലെ ഗതാഗതക്കുരുക്ക്, അതിരൂക്ഷമായ ഗതാഗതക്കുരുപ്പ്, ക്രിസ്മസിനോടനുബന്ധിച്ചെല്ലാം ഉണ്ടായിട്ടുള്ള ഭീകരമായ ഗതാഗതക്കുരുപ്പ് എല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ 3.5 മീറ്റർ ഹൈറ്റിൽ സാധാരണഗതിയിലുള്ള സാധാരണ ബസ്സുകൾക്ക് മാത്രം കടന്നു പോകാൻ സാധിക്കുന്ന രൂപത്തിൽ ഇവിടെ ഒരു ഗട്ടർ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് 3.5 മീറ്റർ ഹൈറ്റിൽ ഇത് സ്ഥാപിച്ചുകൊണ്ട് ഇന്നലെയാണിത് തുറന്നു കൊടുത്തത്. പക്ഷേ ഇന്നലെ തുറന്നു കൊടുത്തപ്പോൾ ഉണ്ടായ സാഹചര്യം, ഇന്നലെ തന്നെ ഇത് ഏതോ വാഹനം വന്ന് ഇടിച്ച് ചളുക്കി അത് വളഞ്ഞ് ആണിപ്പോൾ ഇരിക്കുന്നത്. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡിംഗ് ഫെസ്റ്റ്.
വെഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ, ഇരിട്ടി, ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് പട്ടാമ്പി.